ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കി നോക്കാം. 1 കപ്പ് പത്തിരിപ്പൊടിയും അതിലേക്ക് 1/4 കപ്പ് പുട്ടുപൊടിയും ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കാം. അതിലേക്ക് തേങ്ങ, ജീരകം, ചെറിയുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കുഴച്ചെടുത്ത മാവ് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നെയ്പ്പത്തിൽ നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ അരി അരക്കാതെ തന്നെ നമുക്ക് അരിപ്പൊടിയും പുട്ടുപൊടിയും ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആൻഡ് അപ്പോൾ നമുക്ക് അരി അരച്ച് ചുടുന്ന അതേ ടേസ്റ്റിൽ തന്നെ അരിപ്പൊടിയും പുട്ടുപൊടിയും ഉപയോഗിച്ച് നല്ല അടിപൊളി നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ കണ്ടോ, നല്ല പൊങ്ങി വന്ന് അടിപൊളി നെയ്പ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.